എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പണ്ടുകാലം മുതലേ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ റെസിപ്പിയുമായിട്ടാണ്. അതാണ് അവൽ വിളയിച്ചത്. ഒരു 4 മണി പലഹാരമായോ വെറുതെ ഇരിക്കുമ്പോഴോ ഒക്കെ കഴിക്കാം. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അവൽ വിളയിച്ചത് 2-3 ആഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും. നനഞ്ഞ സ്പൂണൊന്നും ഇടാതെ ഇരിക്കണം. ഇതിന് ഉപയോഗിക്കുന്നത് മട്ടയവലാണ് ഏറ്റവും നല്ലത്. അത് കട്ടിയുള്ള അവൽ എടുക്കാതിരുന്നാൽ മതി. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ അവൽ വിളയിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെയേറെ ഇഷ്ടപ്പെടും. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കട്ടിയുള്ള ഒരു പാത്രത്തിൽ 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യാണ് ടേസ്റ്റി ആയിട്ടിരിക്കുന്നത്. അതിൽ കുറച്ച് 1 പിടി കാഷ്നട്ട് നെയ്യ് ഇട്ട് വറുത്ത് കോരാം. അതിൻ്റെ കൂടെ കിസ്മിസ് നെയ്യിൽ വറുത്ത് കോരാം. ലൈറ്റ് ഗോൾഡൻ ആവുന്നത് വരെ നെയ്യിൽ വറുത്ത് കോരാം. അരക്കപ്പ് പൊട്ടുകടല പച്ച ടേസ്റ്റ് മാറുന്നത് വരെ വറുത്ത് മാറ്റാം. കളർ മാറണ്ട. പൊട്ടുകടല ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നത് നല്ലതാണ്. ഇനിയും തേങ്ങ ചേർക്കാം. തേങ്ങ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതും ചേർക്കുന്നുണ്ട്, തിരുമിയതും ചേർക്കുന്നുണ്ട്. ആദ്യം അരക്കപ്പ് തേങ്ങ കനം കുറച്ച് അരിഞ്ഞ് വറുത്ത് മാറ്റാം. അത് നെയ്യിൽ തന്നെയാണ് വറുത്ത് മാറ്റേണ്ടത്. നല്ലവണ്ണം ചുമക്കുന്നത് വരെ വറക്കണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയും കുറച്ച് കറുത്ത എള്ള് ചേർക്കണം. കുറച്ച് കറുത്ത എള്ള് എടുത്ത് കഴുകി വൃത്തിയാക്കി നെയ്യിൽ വറുത്ത് കോരണം. അതും കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കറുത്ത എള്ള് കാണാനും നല്ല ഭംഗിയാണ്, ടേസ്റ്റിയുമാണ്, നല്ല ഹെൽത്തിയുമാണ്. ഇനിയും കട്ടിയുള്ളൊരു പാത്രത്തിൽ ഒരു വലിയ തേങ്ങ മുഴുവനും ഞാൻ എടുത്തിട്ടുണ്ട്. അത് തിരുമി എടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം 2-3 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വെള്ളമയം വറ്റുന്നത് വരെ വഴറ്റിയെടുക്കണം. ഞാൻ 1/2 കിലോ ശർക്കര എടുത്ത് അത് ശർക്കര പാനിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തിലോട്ട് ഒഴിക്കുകയാണ്. ശർക്കര പാനി ഉണ്ടാക്കുമ്പോൾ ഒറ്റനൂൽ പരുവം വേണ്ട, ലൂസുമായിട്ടും എടുക്കരുത്. ഒറ്റനൂൽ പരുവത്തിലെടുത്താൽ അവൽ വിളയിച്ചത് കഴിക്കുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് തോന്നും. കുറച്ചു നേരം തേങ്ങയിലും നെയ്യിലും കിടന്ന് ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയും ശർക്കരയും എത്ര നേരം വഴറ്റുന്നുവോ അത്രയും ടേസ്റ്റാണ്. നല്ലവണ്ണം പറ്റരുത്. ഈ സ്റ്റേജ് ആയാൽ മതി. കുറച്ച് പാനി വേണം. ഇനിയും ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ചെറിയ ചൂടിൽ അവലിടുക. മട്ട അവലാണ് ഏറ്റവും നല്ലത്. കട്ടിയുള്ള അവലിടരുത്, ചവയ്ക്കാൻ പ്രയാസമായിരിക്കും. കട്ടി കുറഞ്ഞ അവൽ കുറേശ്ശായി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഈ പാകത്തിന് ആക്കണം. നെയ്യിൽ വറുത്ത് മാറ്റിയ തേങ്ങ വറുത്തതും പൊട്ടുകടല, കറുത്ത എള്ള്, കിസ്മിസ്, കാഷ്നട്ട് എല്ലാം കൂടി ചേർത്ത് യോജിപ്പിക്കുക. കുറച്ച് ജീരകവും ഏലക്കായും ചുക്കും ചൂടാക്കി പൊടിച്ച് ചേർക്കുക. നല്ല മണമാണ്. ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ അവൽ വിളയിച്ചത് റെഡിയായി.
ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നവരെ നന്ദി, നമസ്കാരം.